ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ. അവളുടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വിധി എപ്പിസോഡ് 9 ആണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു 18 വയസ്സ് താഴെയുള്ളവരാണെങ്കിൽ ഈ സീരീസ് കണ്ടെന്ന്. വേറൊന്നുമല്ല, അത് ഈ 9-10 എപ്പിസോഡിന് മീൻ ചെയ്ത് പറഞ്ഞതാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇനി പിള്ളേർ വിചാരിക്കും ഇതായിരിക്കും ജീവിതം, നമ്മളൊരു റിലേഷൻഷിപ്പ് ഇരുന്നാലും നമുക്ക് സൈഡിൽ കൂടെ ഒരു ചെറിയ വീടൊക്കെ കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ലായിരിക്കും എന്നവർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കാണ് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പേരിന്റെ സ്റ്റോറിയാണിത്. ഇപ്പൊ നമുക്ക് നേരെ പോയി ഈ സ്റ്റോറി നോക്കിയാലോ. ഇവനെ അറിയാലോ, ഇവൻ പുത്ത്, ഇവൻ ജനിച്ചത് ബുധനാഴ്ചയാണ്. ഇവന്റെ കളർ ഗ്രീൻ ആണ്. പുത്തിനെ കുറിച്ച് നമുക്ക് അറിയാല്ലേ, ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. പുത്തൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെ പിള്ളേർക്കൊക്കെ ട്യൂഷനൊക്കെ എടുത്തിട്ട് ക്ലാസ് തീർന്നപ്പോഴേക്കും പിള്ളേരെല്ലാം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു ചെറുക്കൻ മാത്രം പുത്തിന്റെ അടുത്തോട്ട് വരും. വന്നിട്ട് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ചോദിക്കും. സ്വാഭാവികം, നമ്മൾ ട്യൂഷൻ നമ്മളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് സംശയമുണ്ട്, നമ്മൾ സാർമാർക്കൊക്കെ ചോദിക്കാറില്ലേ. അങ്ങനെ ചോദിക്കാന്നുള്ള വ്യാജേന ഇവൻ വന്നിട്ട് നൈസായിട്ട് പുത്തിനെ നോക്കി ചിരിക്കുന്നു. പുത്തിന്റെ കയ്യിലൊക്കെ വെച്ചിട്ട് തടവി കൊടുക്കുന്നു. ചെറുക്കനാണ് ഭയങ്കരമായിട്ട് ഫ്ലഡ് ചെയ്യാണ്. കൊച്ചു ചെറുക്കനാണ് അല്ലെ, കാന്താരമുളകിന്റെ അത്രേ ഉള്ളൂ, ഒടുക്കത്തെ ക്യൂട്ടോ. അവനാണെങ്കിൽ ടീച്ചറിനെ കട്ട് ചെയ്യാൻ നടക്കുകയാണ്. ഇവനൊക്കെ എന്ത് പറയണമെന്ന് ഞാൻ ആലോചിക്കുന്നു. അവൻ വന്നിട്ട് അവന്റെ കയ്യിലൊക്കെ തടവി കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് സംശയം ചോദിക്കുക. ഇവന്റെ ഈ കളി കാണുമ്പോൾ തന്നെ പുത്തിന് മനസ്സിലാവും. അങ്ങനെ പുത്ത് പറയും, നീ ഒരു സ്റ്റുഡന്റ് അല്ലേ, നിന്നെ പഠിപ്പിക്കുന്ന സാറിന്റെ അടുത്ത് തന്നെ നീ ഫ്ലർട്ടിങ് ഒക്കെ ചെയ്യുകയാണോ? അത് തന്നെയല്ല, എനിക്ക് കൊച്ചുപിള്ളേരെ ഒന്നും ഇഷ്ടമല്ല എന്ന് പറയും. ഇത് കേട്ടത് അവന്റെ മോഹമൊക്കെ അങ്ങ് മാറി ഭയങ്കര സങ്കടമായിട്ട് ആ ശരിയെന്ന് പറഞ്ഞിട്ട് അവനോട് പോകും. ആ ചെറുക്കൻ അങ്ങോട്ട് പോയതും പുത്ത് ആരെയോ ഫോൺ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു മെസ്സേജ് വരുമ്പോഴേക്കും ഈ ഫോൺ കോൾ ഹോൾഡ് ചെയ്തിട്ട് അവൻ മെസ്സേജ് അയക്കും. എന്നിട്ട് ആ ചെറുക്കനോട് പറയും, ശരി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വെച്ചതും വേറൊരുവർക്ക് ഇങ്ങോട്ട് വിളിക്കും. ഉടനെ ഇവൻ കോൾ എടുത്തിട്ട് ഭയങ്കര പഞ്ചാരയുടെയാണ്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മുടെ പുത്ത് നിസ്സാരപ്പെട്ട ആളൊന്നുമില്ല, കട്ട പ്ലേ ബോയ് ആണ് ചെറുക്കൻ. സത്യമായിട്ടും എടപ്പുത്തേ, നിന്റെ അടുത്തൊന്നും ഞാനത് പ്രതീക്ഷിച്ചില്ല. കാരണം നീ ആ മോണിനെ ഉപദേശിക്കുന്നതൊക്കെ കണ്ടിട്ട് ടീം ശരിയല്ല എന്നൊക്കെ പറയാൻ കേട്ടപ്പോ ഞാനോർത്ത് നീ ഭയങ്കര നല്ലതായിരിക്കും. പക്ഷെ നീ ഇത്രയ്ക്കും പ്ലേ ബോയ് ആണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന വൈകുന്നേരം നമ്മുടെ പുത്തും ഫ്രണ്ട്സും കൂടെ ഒരു മതിലിന്റെ പുറത്തേറിയിക്കാണ്. കൂടെയുള്ള ആൾ ആരാ നോക്കിക്കേ, നമ്മുടെ ഡൂ ആണ്. എക്കെ എവിടെയാടാ, ഹെക്കിനെ എങ്ങും കൊണ്ടുവരത്തില്ല, മറ്റേ ഇങ്ങനെ പാത്ത് വെച്ചിരിക്കുവാണ്. മൂന്നുപേരും കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പുത്താണ് ഇങ്ങനെ ചെറുക്കന്മാർത്ത് മാറി മാറി മെസ്സേജ് ഭയങ്കര കൊഴുത്തരൊക്കെ കാണിച്ചോണ്ടിരിക്കുക. ഇവന്റെ ഇത് കണ്ടിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആ ചെറുക്കൻ ചോദിക്കും, എടാ നീ എപ്പോഴാണ് ഒരു റിയൽ റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള ഫ്ലർട്ടിങ്ങും കൊഴുത്തരൊക്കെ നീ എപ്പോഴാണ് നിർത്താൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ മുത്ത് പറയും, എനിക്ക് ലവ് ഒന്നും സെറ്റാത്തൊന്നും ഇല്ലടാ, ഒരു റിലേഷൻഷിപ്പ് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഭയങ്കര റിസ്ക് ആയി. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോ നമ്മൾ മീറ്റ് ചെയ്യുക, കാര്യം കഴിയുക, നമ്മൾ പിരിയുക, അതൊന്നും വലിയ റിസ്ക് ഇല്ലാത്ത പരിപാടിയാ. ലവ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പാടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കൂട്ടത്തിരിക്കുന്ന ആൾ പറയാം, ശരിയായിരിക്കും, എനിക്ക് തോന്നുന്നു ഇവന് കറക്റ്റായ പേഴ്സൺ ഇവൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇവന്റെ റിയൽ ലവിനെ ഇവൻ മീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോ നീ പറയുന്നത് ശരിയായിരിക്കും, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ലവ് എന്ന് പറയുന്ന റിയൽ ലവ് എന്ന് പറയുന്ന ഒരു കേസായിട്ട് ഞാൻ ഭയങ്കര വീക്കാണ്, അതിനെനിക്ക് ലക്കില്ലാതെ പോയി കാണും, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും. എന്നിട്ട് നേരെ ഡൂനെ നോക്കിയിട്ട് പറയോ, നിന്റെ കാര്യമൊന്നും പറയണ്ട, നീ എപ്പോഴും ഐക്കുമായിട്ട് കറക്കുമല്ലേ എന്ന് പറയും. അതേടാന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് പറയാം, എക്ക് ഭയങ്കര ക്യൂട്ടാടാന്ന് പറയാം. അതേടാ ഞങ്ങൾക്ക് പറയാനുള്ള, എക്ക് ഭയങ്കര ക്യൂട്ടാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് അന്ന് രാത്രി എല്ലാരും ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഇരുന്ന് ഭയങ്കര വെള്ളോടിയാണ്. ഫ്രണ്ട്സും അവരുടെ ബോയ് ഫ്രണ്ട്സും എല്ലാരും കൂടി ഇരുന്ന് ഭയങ്കര വെള്ളോടിയാണ്. പാർട്ടിയൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുത്താണെങ്കിൽ മരണടിയാണ്, അടിച്ചടിച്ച് ഒരു മാത്രം ലെവലില്ലാത്ത ഘട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഒന്നേനെ ഓരോരുത്തരായിട്ട് പറയും, ടൈം ആയിടാ നമുക്ക് പോകാന്ന് പറയുമ്പോൾ പുത്ത് പറയും, എന്താണ് എല്ലാരും പോകുന്നത്, ഇവിടെ ഇരിക്കടാന്ന് പറയുമ്പോ ഇല്ല, സമയം ഞങ്ങള് പോവാണ്. ഓരോരുത്തർ പേരായിട്ട് പോകും, നീ അവന്റെ കൂടെ പോ, അവൻ നിന്റെ കൂടെ പോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴേക്കും എല്ലാവരും ഇരിക്കടാന്ന് പറയുമ്പോഴേക്കും പുത്തിനെ ആര് കൊണ്ടുപോകും എന്നൊരു തർക്കം വരുമ്പോഴേക്കും കറക്റ്റ് സമയത്ത് പുറകെ നമ്മുടെ ചെറുക്കം വരും. ആരാ കേങ്ങ് വരും, ഒരു നെറ്റിന്റെ പോലത്തെ ബനിയനൊക്കെ ഇട്ട് ഒരു റെഡ് കളർ ഷർട്ടൊക്കെ ഇട്ട് ചെറുക്കം മാസമായിട്ട് നടന്നു വരും. എന്നിട്ട് പറയും, നിങ്ങളെല്ലാരും ടൈം ആയെങ്കിൽ പൊക്കോ, പുത്തിനെ ഞാൻ നോക്കിക്കോളാന്ന് പറയും. നിങ്ങളെല്ലാരും പൊക്കോ, പുത്തിനെ അവൻ നോക്കിക്കോളും, സേഫ് ആയിട്ട് നോക്കിക്കോളും, നിങ്ങൾ പൊക്കോ ധൈര്യമായിട്ട്. ഇപ്പൊ വന്ന് ശരിയാണ് നോക്കിക്കോളാന്ന് പറയുന്നത്. എല്ലാരും എഴുന്നേച്ചങ്ങ് പോകും. ഇവ രണ്ടും മാത്രമേ ഉള്ളൂ. ഇവ നേരെ വന്നിട്ട് ആ സോഫയിലോട്ട് ഇരുന്നിട്ട് കാലിന്റെ പുറത്ത് കാലൊക്കെ വെച്ചിട്ട് ആ കാലുകൊണ്ട് വെറുതെ നമ്മുടെ പുത്തിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, വെറുതെ ഇങ്ങനെ ഞോണ്ടി ഇരിക്കുവാണ്. ഇത് കാണുമ്പോൾ തന്നെ പുത്തിന് മനസ്സിലാകും ഓൾറെഡി അവനൊരു പ്ലേ ബോയ് ആണല്ലോ, അപ്പൊ ഇപ്പുറത്ത് വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്തുവാണ്, അവന്റെ മൈൻഡിൽ എന്തുവാണ് ഓടുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇവര് രണ്ടും പരസ്പരം ഒന്നും സംസാരിക്കത്തില്ല, പക്ഷെ ഇവർക്കിടയിൽ എന്തോ ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അടുത്ത ഘട്ടത്തിലോട്ട് പോകണോ വേട്ടയോ എന്നുള്ള രീതിയിൽ. ഉടനെ പുത്ത് ഒരു ഗ്ലാസ് എടുത്ത് നീട്ടിട്ട് പറയും, ഇവര് സംസാരിക്കത്തേയില്ല. ഗ്ലാസ് എടുത്ത് തീട്ടുമ്പോഴേക്കും എങ്ങനെ മനസ്സിലാവും വെള്ളം അടിക്കാനാ പറയുന്നത്. ഉടനെ കേങ്ങ് അവിടെ ജോലി ചെയ്യുന്ന ബാർട്ടൻഡറെ വിളിച്ചിട്ട് അടുത്ത പെഗ് ഒഴിച്ചിട്ട് രണ്ടുപേരും കൂടെ ഇരുന്ന് അടിച്ചോണ്ടിരിക്കും. അതും കേങ്ങാണ് സ്ട്രൈറ്റ് ആയിട്ട് പെഗ് എടുത്ത് അടിക്കുമല്ല, അവനാണെങ്കിൽ ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത്
വിരലൊക്കെ മുക്കിയിട്ട് അവന്റെ ലിപ്പിലൊക്കെ വെച്ച് മാക്സിമം എങ്ങനെ പുത്തിനെ സെഡ്യൂസ് ചെയ്യാവോ അങ്ങനെയെല്ലാം സെഡ്യൂസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇവൻ സെഡ്യൂസ് ചെയ്യാനായിട്ട് എന്തോ PhD എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ പൊന്നെ അത് കാണാൻ എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞു തരണോ. എന്റെ പൊന്നെ അത് കണക്ക് എനിക്ക് നാണം വരുന്നത് ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ഉടനെ പുത്ത് പറയും എനിക്കൊരു പെക്കൊഴിക്കെന്ന് പറയുമ്പോഴേക്കും ഗംഗ് എന്ത് ചെയ്യും, പെക്കൊഴിച്ചിട്ട് അതിനകത്ത് വിരല് മുക്കിയിട്ട് ആ വിരലെടുത്തവന്റെ വായി വെച്ച് ലിപ്പിയിട്ട് ഒരു വെളച്ചിലൊക്കെ ഇറക്കിയിട്ട് കൊടുക്കും. അത് വെറുതെ കൊടുക്കത്തില്ല, ഇവന്റെ കാലെടുത്ത് അവന്റെ തൊടയിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് കൊടുക്കും. ഉടനെ തന്നെ നമ്മുടെ പുത്തിന് പിടി കിട്ടും. പുത്തൊണ്ണനെ വെക്കും, നീ എന്തിനാ എന്നെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഗംഗ് പറയും ഞാൻ നിന്നെ നോക്കുന്നോ, നീയും എന്നെ നോക്കുന്നുണ്ടല്ലോ അതെന്തിനാന്ന് ചോദിക്കും. ഇത് കേട്ടത് നമ്മുടെ പുത്ത് ചിരിക്കും. പുത്ത് ചിരിച്ചതും ഉടനെ ഗംഗ് പറയും ഇന്ന് രാത്രി എന്ന് പറഞ്ഞതും എന്തുവാ ബാക്കിയെന്ന് പറഞ്ഞു തീർക്കത്തില്ല. അതിനു മുമ്പ് നമ്മുടെ പുത്ത് കയറി പറയും ഓക്കെ എന്ന് പറയും. അവൻ എന്താ പറയാൻ വന്നതെന്ന് ആലോചിക്കുകയോ ചിന്തിക്കുന്ന പോലും ഇല്ല. നൈറ്റ് എന്നൊരു വാക്ക് കേട്ടത് കൊണ്ട് തന്നെ പുത്ത് ഓക്കെ എന്ന് പറയും. എന്താണ് നൈറ്റ്, ഒരു സ്വഭാവം കണ്ടിട്ട് നൈറ്റ് എന്താന്ന് വെച്ചാൽ നല്ല തറമാന സംഭവമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നേരെ പോയി നോക്കിയാലോ. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ ഗംഗിന്റെ റൂമാണ്. നോക്കുമ്പോ പുത്തും ഗംഗും അവിടെ നിൽക്കുന്നത്. വന്നതും പണി തുടങ്ങി. ഗംഗാണെങ്കിൽ ഇവന് കിസ് ചെയ്തോണ്ടിരിക്കുക, ചെവിയിലെല്ലാം കിസ് ചെയ്ത് ഇവനെ നേരെ തിരിച്ചിട്ട് കിസ് ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും പുത്ത് പറയും നിനക്കൊരു കാര്യം അറിയാലോ, നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പിലല്ല, നമ്മൾ ഡേറ്റ് ചെയ്യുന്നില്ല അറിയാലോ എന്ന് പറയും. അതായത് ഇവർക്കിടയിൽ വേറെ സ്നേഹമൊന്നുമില്ല, ഇത് മാത്രം എന്നൊരർത്ഥത്തിൽ പറയും. ഇത് കേട്ടതും ഗംഗണ്ണ പറയും എനിക്കറിയാം, ഞാൻ എപ്പോഴും ഇതിന്റെ ഒരു നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നേരെ തള്ളി നമ്മുടെ ബെഡിലോട്ടിടും. ബെഡിലോട്ടിട്ടിട്ട് അവനെ കിസ് ചെയ്യുക, അങ്ങനെ സംഭവങ്ങൾ തറമാന രീതി നടന്നുകൊണ്ടിരിക്കും. ഏത് ഫ്രണ്ട്സാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്ത് പറയാനെ, കഥയിൽ ചോദ്യമില്ലല്ലേ. അങ്ങനെ പിള്ളേർ ഒരുമാതിരി പ്രകൃതിയിൽ പരിപാടിയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ കട്ടില കിടക്കുവാണ്. നിങ്ങളിപ്പോ ഓർക്കും ഇത്ര പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു എന്നല്ലേ, എന്ത് ചെയ്യാൻ അവിടെ വെച്ച് കട്ട് ചെയ്ത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ, അങ്ങോട്ട് സഹിക്കുക. കേങ്ങാണെങ്കിൽ വെറുതെ ഇരിക്കത്തേ ഇല്ല, കിടക്കുന്നവന്റെ അടുത്ത് എന്നിട്ട് പറയാം നമുക്ക് ഇനി ഒരു റൗണ്ടും കൂടെ പോയാലോ എന്ന് പറഞ്ഞ വെറുതെ അവനെ ഡിസ്റ്റർബ് ചെയ്ത് കിസ്സൊക്കെ ചെയ്ത് ചുമ്മാ ഇങ്ങനെ പ്രലോഭിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അവൻ പറയേ വേണ്ട മാറെന്ന് പറയുമ്പോ പിന്നെയും ഇല്ല വേണ്ട എനിക്ക് വേണം പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ചുമ്മാ ഇവനെ ഇളക്കി അങ്ങനെ കിസ് ചെയ്ത് അവനെ ഒരുമാതിരി സെറ്റാക്കും. എന്റെ പൊന്നടെ എന്തുവാടെ ഇത്, ഒരു ദിവസം എത്ര റൗണ്ടൊക്കെ ആയി പോകുന്നത്, നീ ഒന്നും ടയേർഡ് ആവത്തില്ലേ. അങ്ങനെ വീണ്ടും സംഭവകരമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ കേങ്ങാണെങ്കിൽ ഇരുന്ന് പഠിക്കുന്നവൻ എന്തോ വർക്ക് ചെയ്യാനുണ്ട്. അത് എന്തുവാണ് ഇവനെ ഞാൻ എന്തോ ചെയ്യണം, ഇവനെ സൂപ്പർമാനാണ്. ബാറിൽ പോയി അത്രയും കുടിച്ച് തിരിച്ചു വന്നിട്ട് 2 റൗണ്ടും കഴിഞ്ഞിട്ടിരുന്ന് പഠിക്കുന്ന പാതിരാത്രി വയ്യ ബ്രില്യൻ ഗൈ. ഇവനിങ്ങനെ വർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പുത്ത് കുളിച്ചിട്ട് വരും. വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അതെ നമുക്കുള്ള സംശയം തന്നെ അവൻ ചോദിക്കും എന്തുവാടെ 2 റൗണ്ട് പോയതും പോരാ അത്രയും മത്തി വെച്ചിട്ട് നീരുന്ന് എങ്ങനെ വർക്കൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ കേങ്ങ് പറയും ഈ അസൈൻമെന്റ് നാളെ വെക്കണ്ടയാണ്, അത് തന്നല്ല ഈ ഡ്രിങ്ക് ആൽക്കഹോളൊന്നും എന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് ചിരിച്ചോണ്ട് പറയും. ഓ തരക്കേടില്ലല്ലോ, ആൽക്കഹോൾ കപ്പാസിറ്റി നല്ല രീതിയിലുള്ള ചെറുക്കനാണല്ലോ എന്ന് നമ്മുടെ പുത്ത് പറഞ്ഞോണ്ട് തന്നെ ഗംഗ് പറയും ആൽക്കഹോൾ സ്ട്രെങ്ത് മാത്രമല്ല മറ്റെല്ലാ കാര്യത്തിലും എനിക്ക് സ്ട്രെങ്ത് കൂടുതൽ, അത് നോട്ടി ബോയ് ആയിട്ട് പറയും. എന്നിട്ട് പുത്തിപ്പം ഗംഗിനോട് ചോദിക്കും നമുക്കിടയിൽ നടന്ന കാര്യങ്ങളൊന്നും മറ്റാരും അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ഗംഗ് പറയും നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറയുമ്പോൾ പുത്ത് പറയും ഓക്കെ ശരി എന്നാ ഞാൻ കിടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ കുളിച്ചിട്ട് ടവലുമായിട്ടല്ലേ വന്ന ആ ടവലെടുത്ത് ഇവന്റെ തലയിൽ ചുറ്റിട്ട് പോകും. ഇവനാണെങ്കിൽ ആ ടവൽ എടുത്തിട്ട് നമ്മുടെ പുത്ത് പോയി ബെഡിൽ കിടക്കുമ്പോഴേക്കും ആ ബെഡിലോട്ട് തന്നെ എറിയും. പുത്ത് പറയും ശരി ഞാൻ ഉറങ്ങാൻ പോകുന്ന പറയുമ്പോൾ കേങ്ങാണ് പുത്തിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇവൻ ഓർക്കും കുറച്ചു മുമ്പ് അവൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ ഡേറ്റ് ചെയ്യുമല്ല, നമ്മൾ തമ്മിൽ വേറെ സ്നേഹമൊന്നും ഇല്ല, അത് നീ ഓർത്ത് വെച്ചോ എന്ന് പറയത്തില്ല. അതിങ്ങനെ ഓർത്തിട്ട് നമ്മുടെ കേങ്ങിന്റെ മുഖമൊക്കെ മാറും. ഇവന്റെ മുഖം മാറുന്ന കണ്ടിട്ട് എനിക്ക് തോന്നി അവനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്താണെന്നറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ്. നമ്മുടെ പുത്ത് എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കാണ്. ഉടനെ കേങ്ങ് വന്ന് വിളിച്ചിട്ട് പറയാം പുത്ത് എഴുന്നേക്കടാ, ഇപ്പൊ വരും വന്നു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ കാണും, നീ എഴുന്നേക്ക്, ഇപ്പൊ നീ എഴുന്നേറ്റില്ലെങ്കിൽ ഉണ്ടല്ലോ നിനക്ക് നല്ല പണിഷ്മെന്റ് കിട്ടും, നിന്നെ എങ്ങനെ എഴുന്നേപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഇവന് കിസ് ചെയ്യുക, അവനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെവി പോയി കടിക്കുകയൊക്കെ ചെയ്തിട്ട് പറയും അടുത്ത റൗണ്ടിൽ പോകാൻ പോവാന്ന് പറയും. ഇവൻ എന്ത് വേട ഏതാണ്ട് കിട്ടാത്തനൊക്കെ ആ ചെറുക്കന് ഉറക്കത്തില്ല, എപ്പോഴും റൗണ്ട് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവൻ ഇങ്ങനെ ചെയ്ത് അവനെ സെഡ്യൂസ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ പുത്ത് ചാടി വെച്ചിട്ട് ഇങ്ങോട്ട് പോകും. പോയതെന്ന് നോക്കി ഇവനാണെങ്കിൽ ആ ബെഡിൽ തലങ്ങണയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. നേരെ എഴുന്നേച്ച് റെഡിയായിട്ട് റൂമിൽ ചെല്ലുമ്പോഴേക്കും നമ്മുടെ മോണാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തിക്കും, എന്താ നീ എന്താ റൂമിൽ വരാൻ ഞാൻ ചോദിച്ചോണ്ട് എന്നെ പറയാം. അത് പിന്നെ ഞാൻ എന്ത് പറയും പെട്ടെന്ന് ചോദിച്ചാൽ ഒരുമാതിരി കള്ളലക്ഷണത്തോട് പറയാം. അത് പിന്നെ ഞാൻ ഫ്രണ്ടിന്റെ റൂമിൽ കിടന്നെന്ന് പറയും. ഫ്രണ്ടോ ഏത് ഫ്രണ്ട് പറയുന്ന പറയുമ്പോൾ അതെന്റെ എക്സ് ആണ്, അവന്റെ റൂമിൽ കിടന്ന് ഏതാടാ എനിക്കറിയാത്ത ആരാടാന്ന് ചോദിക്കുമ്പോഴേക്കും പറയും അതൊക്കെ ഞാൻ പറയാം എനിക്ക് ഉറക്കം വരുന്നത്, ഞാൻ ഉറക്കാൻ പോകും. അത് പറഞ്ഞിട്ട് നേരെ കയറി രക്ഷപ്പെടാൻ വേണ്ടി കിടന്നിറങ്ങും. മോണ് മനസ്സിലാവും ഏതോ ഒരു കളത്തരുണ്ടെന്ന്. അങ്ങനെ കുറച്ചേരെ കിടന്നിറങ്ങിയിട്ട് പുത്ത് എഴുന്നേറ്റിട്ട് പഠിപ്പിക്കുന്ന സ്കൂളിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു ട്വിസ്റ്റ്, അവിടെ പുതിയൊരു സാറ് വന്നിട്ട്
വന്നിട്ടുണ്ട്. എന്റെ പൊന്നെ ഒടുക്കത്തെ ഗ്ലാമർ സാറിനെ കണ്ടിട്ട് നമുക്ക് തന്നെ സഹിക്കുന്നില്ല. അപ്പൊ പിന്നെ പുത്തിന്റെ കാര്യം പറയണ്ടല്ലോ. പുത്തിനെ കണ്ടപ്പോ തന്നെ സാറിനെ ഇഷ്ടപ്പെട്ടു. ചെന്ന് സ്റ്റാഫ് പരിചയപ്പെടുത്തും. ഇത് പുതിയ സാറാണ് പായു, സയൻസ് വിഷയം പഠിപ്പിക്കാൻ വന്നതാണ് എന്ന് പറയും. നമ്മുടെ പുത്ത് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷാണ്. സാറിനെ കണ്ടിട്ട് പുത്തിനങ്ങ് സന്തോഷം കൊണ്ട് വയ്യ. സാറിനെ തന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുവാണ്. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഈ സാറിനെ കണ്ടപ്പോഴേ നമ്മുടെ പുത്ത് ഇങ്ങനെ നോക്കുമ്പോഴേ അറിയാം ഇത് നമ്മുടെ കേങ്ങിന് ഒരു പണിയാകുമെന്ന്. അങ്ങനെ പുത്തും പായു എന്ന് പറയുന്ന സാറും കൂടെ പരിചയപ്പെടും. പുത്താണെങ്കിൽ സാറിനെ നോക്കി ഭയങ്കര അങ്ങ് ചിരിയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും പായു എന്ത് ചെയ്യും, ഈ കോപ്പിയൊക്കെ എടുക്കാൻ വേണ്ടി ആ മെഷീനിൽ ചെന്ന് നോക്കുമ്പോഴേക്കും മെഷീൻ വർക്ക് ആകുന്നില്ല. കറക്റ്റ് സമയത്ത് അവിടെ പുത്തങ്ങോട്ട് വരും. എന്നിട്ട് പറയും നമുക്ക് മാനേജ്മെന്റ് കംപ്ലൈന്റ് ചെയ്യാം, ഇത് കേടായിന്ന്, അല്ലാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വെറുതെ ഇവന്റെ മുന്നിൽ ഒന്ന് ആളാവാലോ, അതിനുവേണ്ടി നന്നാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഒരു പരുവത്തിനൊക്കെ നന്നാക്കി റെഡിയാക്കി കൊടുക്കുമ്പോഴേക്കും പായു സാറ് നോക്കുമ്പോ പുലി മെഷീനൊക്കെ റെഡിയാക്കി തന്നല്ലോ. ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇവന്റെ മുഖത്ത് ഇത്രയും മഷി പറ്റും എന്ന് കാണുമ്പോൾ സാറ് ചിരിച്ചിട്ട് പറയും എന്റെ മുഖത്ത് മഷി പറ്റിട്ടുണ്ട്, പോയി ക്ലീൻ ചെയ്തിട്ട് വരാൻ പറയും. അവിടെ പുത്ത് പോയി ക്ലീൻ ചെയ്തിട്ട് വരുമ്പോഴേക്കും നല്ലപോലെ പോത്തില്ല, മഷിയല്ല, അതിന്റെ ഒരു പാടവിടെ കാണും. നീ ക്ലീൻ ചെയ്തിട്ട് പോത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാറ് എന്ത് ചെയ്യും, ഇവനെ പിടിച്ചിരുത്തി ടവലൊക്കെ എടുത്ത് കൊടുത്ത് ഇവന്റെ ഫേസ് എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കും. ഓൾറെഡി ഇവൻ സാറിനെ കണ്ട് സെറ്റ് ആയിരിക്കും. ഇങ്ങനെ സാറ് ചിരിച്ചോണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ എങ്ങനെ വീഴാതിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കേങ് അത്രയ്ക്കും ഹോട്ടാണെങ്കിൽ സാർ അത്രയ്ക്കും ക്യൂട്ടാ. എന്ത് ചെയ്യും, ഇവൻ ആരെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്, എനിക്ക് തന്നെ വയ്യ. അങ്ങനെ മുഖമൊക്കെ തുടച്ചു കൊടുത്തിട്ട് പയ്യ പറയും നിന്റെ ഫേസ് എല്ലാം ക്ലിയർ ആയി, നീ ഇനി വീട്ടിൽ പൊക്കോളാൻ പറയുമ്പോൾ പറയും എന്നെ എന്തിനാ വീട്ടിലോട്ട് ഓടിക്കാനായിട്ട് ഇത്ര ധൃതി എന്ന് പറയുമ്പോൾ പറയും നിനക്ക് സമയം ഉണ്ടെങ്കിൽ നീ ഇവിടെ ഇരിക്കുക, ഞാനോട് കോപ്പി എടുത്തിട്ട് വന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ പോകുന്ന പറയും. പിള്ളേർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല സെറ്റായി കേട്ടോ. പയ്യ ആണെങ്കിൽ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോകുന്നു പറഞ്ഞത് നമ്മുടെ പുത്തിന് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇവിടെ നേരെ സിങ്കട്ട് ചെയ്ത് കാണിക്കുന്ന പുത്താണെങ്കിൽ അന്നുമായിട്ട് വീട്ടിൽ വന്നിട്ട് ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റയിൽ നമ്മുടെ പയ്യുവിനെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അവന്റെ ഫോട്ടോ ഒക്കെ കണ്ട് ലൈക്കും ചെയ്ത് കമന്റും ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഇവനിങ്ങനെ സാധാരണ രീതിനെക്കാട്ടിലും ഓവറായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കാട്ടത് നമ്മുടെ മോൻ വന്നിട്ട് ചോദിക്കും എന്താണ് സംഭവം എന്ന്. കാരണം ഇവൻ പ്ലേ ബോയ് ആയതുകൊണ്ട് തന്നെ ആരോടും അത്ര ആത്മാർത്ഥതൊന്നുമില്ല, ഇങ്ങനെ ചിരിച്ചുള്ള സംസാരമൊന്നുമില്ല, എല്ലാരും പറ്റിക്കുന്ന രീതിയിലൊരു ഇതേ ഉള്ളൂ. അതായത് ഒരു അഭിനയമാണ് മൊത്തത്തിൽ. ഇവനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ മോൻ ചോദിക്കുമല്ലോ, ഉടനെ പറയും ഞാൻ ആ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെന്ന് പറയും. ഇവൻ ഇതുവരെ റിയൽ ലവിനെ കണ്ടിട്ടില്ലെന്നല്ലേ പറയുന്നത്. ഞാൻ ആ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെന്ന് പറയുമ്പോഴേക്കും മോന് ഭയങ്കര ഹാപ്പി ആയിട്ട് ചാടി എന്നിട്ട് കൂടെ സോഫ ഇരുന്നിട്ട് ചോദിക്കും ആരാന്ന് ചോദിക്കും. പറയും സ്കൂളിൽ പുതിയൊരു ടീച്ചർ വന്നിട്ടുണ്ട്, എനിക്ക് ആ ടൂട്ടറെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയും. പിന്നെ പറയും കാണിച്ച ഫോട്ടോ ഒന്ന് കാണിച്ച് ഞാൻ നോക്കട്ടെ എന്ന് പറയും. നീയൊന്നും കാണണ്ട, നീയൊക്കെ കൊച്ചേർക്കണ, നീയൊന്നും വളർന്നില്ല, കാണണ്ടെന്ന് പറയും. ഇത് കേട്ടത് മോനുണ്ടേനെ ആക്കി പറയാം ഞാനൊക്കെ വളർന്നു കേട്ടോ, നമ്മളൊന്നും കൊച്ചേർക്കനൊന്നും അല്ല, എനിക്ക് സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയും. ഇങ്ങനെ ഇവർ രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് നമ്മളെ കേങ്ങാണ് പുത്തിനെ വിളിക്കും. ഇവൻ കോൾ അറ്റൻഡ് ചെയ്യാതെ കോള് കട്ട് ചെയ്ത് വിടും. എന്നിട്ട് മെസ്സേജ് ചെയ്യും. എന്താന്ന് ചോദിച്ചോണ്ടെന്നെ കേങ്ങ് പറയും ഇന്ന് നൈറ്റ് എങ്ങനെയാ പണി നടത്തിയാലോ എന്ന് ചോദിക്കും. എന്റെ പൊന്ന് കേങ്ങ് നിന്നെ ഞാൻ എന്ത് ചെയ്യൂടെ, നീ ഈ ഒരു വിചാരത്തിൽ മാത്രം നടക്കുവാണ്, നീ എന്ത് ഫുഡായി കഴിക്കുന്ന ഒരു സംശയം കൊണ്ട് ചോദിക്കുക. ഇവനിങ്ങനെ ചോദിച്ചത് കൊണ്ട് തന്നെ പുത്ത് പറയും ഇല്ല ഇന്നൊന്നും നടക്കത്തൊന്നുമില്ല, എനിക്ക് ഭയങ്കര ടയേർഡാണെന്ന് പറയും. പിന്നെ പറയാം എന്നാ ശരി നീ താഴോട്ടിറങ്ങിയോ, ഞാൻ നിന്റെ വീടിന്റെ താഴെ നിപ്പുണ്ടെന്ന് പറയും. വീടിന്റെ താഴെ നിപ്പുണ്ടെന്ന് പറയുമ്പോഴേക്കും പുത്തിന് ഭയങ്കര ദേഷ്യമായിട്ട് പറയും നീ ആരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്, ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വരാം, നീ പൊക്കോ, നീ ഇവിടെ നിന്ന് നിൽക്കണ്ട, ഇവിടെ മോനുണ്ടെന്ന് പറയും. എന്നിട്ട് പറയും നീ തിരിച്ച് നിന്റെ റൂമിൽ പൊക്കോ, ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറയും. എന്നിട്ട് മോനോട് ചെന്ന് പറയും ഞാൻ കിടക്കാൻ പോവാ ശരിയെന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ പോയി അങ്ങ് കിടന്നുറങ്ങും. മോണപ്പോഴേക്കും ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവനാണെങ്കിൽ അങ്ങ് ടീമിന്റെ വിചാരം കൊണ്ട് വയ്യ. ഉടനെ ടീമിനെ മെസ്സേജ് ഞാനിന്ന് നിന്റെ കൂടെ വന്ന് കിടക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും നീ റൂമിൽ വരുന്നെങ്കിൽ വാ, ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോകാന്ന് പറയും. അങ്ങനെ ടീം വന്ന് നമ്മുടെ മോണിനെയും കൊണ്ട് അങ്ങ് പോകും. അപ്പൊ നമ്മുടെ പുത്ത് ഒറ്റയ്ക്ക് റൂമിൽ കിടന്നുറങ്ങുമല്ലേ. ഇവനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കേങ്ങെത്തിയും റൂമിൽ വന്ന് അവന്റെ ബെഡിൽ കയറി അവന്റെ പുറത്ത് കയറി ഇങ്ങനെ കിടന്നിട്ട് ഫേസിന് ക്ലോസ് ആയിട്ട് വരും. ഇങ്ങനെ വെട്ടാനങ്ങുമ്പോഴേക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് പുത്ത് കണ്ണൂർ നോക്കുമ്പോ ഇവനെ കണ്ടുകൊണ്ടന്നെ ഇവൻ പറയും ഒച്ച വെക്കരുത് ഇത് ഞാനാണെന്ന് പറയും. അയ്യോ എനിക്കൊന്നും വേണ്ട, നീയായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല, എനിക്ക് ഭയങ്കര ടയർഡാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ പുത്ത് അവോയ്ഡ് ചെയ്ത് കിടന്നുറങ്ങിയെങ്കിലും കേങ് ഇങ്ങനെ അടുത്ത് വന്ന് ചെറുക്കിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആദ്യം കിസ് ചെയ്തത് നമ്മുടെ പുത്താണ്. അങ്ങനെ രണ്ടുപേരും കൂടെ കിസ് ചെയ്ത് ഇവന്മാരെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. മറ്റേ എല്ലാ മാസവും റേഷൻ വാങ്ങാൻ പോകുന്നത് പോലെ എല്ലാ ദിവസവും ഇതിനു വേണ്ടി ഒരു സമയം ഇവന്മാര് കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ കിസ് ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും ഉടനെ നമ്മുടെ കേക്ക് പറയും പുത്ത് എനിക്ക് വേണം എന്ന് പറയും. ഉടനെ പുത്ത് പറയും ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നത് പോലെ എന്റെ ഇഷ്ടത്തിന് വേണം കാര്യങ്ങൾ നടക്കാന്ന് പറയും. അതായത് ഇവരുടെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യും. കേക്ക് പറയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്ത് കാണിക്കും. എന്ത് കവറായിരിക്കും നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും പ്രൊട്ടക്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അല്ലെ. എനിക്ക് നമ്മുടെ കേക്കിനാണ് മെഡിക്കൽ സ്റ്റോർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല 24 മണിക്കൂർ ഈ സാധനം കൊണ്ട് നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അല്ല ഇവന്റെ ഒരു റൗണ്ട് എന്ന് പറഞ്ഞുള്ളൊരു നടപ്പിന് ഇത് തികയത്തില്ല. അതാ ഞാൻ ചോദിച്ചു സ്വന്തമായിട്ടൊരു കടയുണ്ടെങ്കിൽ വിഷയമില്ലല്ലോ. എന്റെ പൊന്നിട ഞാൻ ഇത് അൺകട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ ഈ സീൻ എനിക്ക് മിസ്സായി പോയത്. കവർ കണ്ടതോടെ പുത്തിന് ഭയങ്കര ഹാപ്പി ആയിട്ട് ചാടി ചെയ്തിട്ട് കവർ മേടിച്ച് പൊട്ടിച്ചെല്ലാം സെറ്റ് ആക്കിയിട്ട് നേരെ നമ്മുടെ കേക്കിന്റെ പുറത്തോട്ട്
കയറും. പക്ഷെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ മിന്നി മാഞ്ഞ് അവിടെ വെച്ച സീനം കട്ട് ചെയ്യും. നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട, അത്രേ ഉള്ളു. മറ്റേ ലോക്കമ്മനെ പോരി പോരി അത്രേ ഉള്ളു. ആ സീൻ അവിടെ കട്ട്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. പുത്ത് സ്കൂളിൽ വരും. വന്നിട്ട് കൈയ്യാനായിട്ട് അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പായു സാർ അവിടെ നിൽക്കുന്നത്. ഉടനെ പായു കണ്ടോണ്ടെന്നെ പറയും ഹായ് പുത്ത് എന്ന് പറയുമ്പോഴേക്കും പുത്ത് കണ്ടേ ഇല്ല. അതുകൊണ്ടാണ് പായു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ രണ്ടുപേരെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് പോകാൻ വരുമ്പോ നമ്മുടെ പുത്ത് എന്ത് ചെയ്യുന്നറിയോ, പൈപ്പ് അങ്ങോട്ട് തുറന്നിട്ട് ഇവന്റെ വാ കൊണ്ട് തന്നെ വെള്ളം എടുത്തിട്ട് ഒരുമാതിരി ബ്ലഡ് ചെയ്യുമ്പോഴേക്കും നമ്മളൊരു സിംറ്റംസ് ഒക്കെ കാണിക്കത്തില്ലേ, അതുപോലെ ഇവനിത് വാ കൊണ്ട് തുപ്പിയിട്ട് ഒരുമാതിരി ഒരു ലുക്ക് നമ്മുടെ പായുവിനെ വിടും. പായുവിനാണെങ്കിൽ ഇവനിങ്ങനെ കാണിച്ചില്ല, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അവനാണെങ്കിൽ ഒരുമാതിരി നാണമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന. പുത്തിനെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഫ്ലഡ് ചെയ്യാൻ വേണ്ടി ഇവൻ ഒരു രക്ഷയില്ല. നമ്മുടെ നുവാടയൊക്കെ ടീമാണ് എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നില്ല. പക്ഷെ പുത്തിന്റെ മുമ്പ് അവരൊന്നും ഒന്നുമില്ല. ഇവന് ഡയലോഗ് പോലും ഇല്ല, ഫുൾ ആക്ഷൻ. അങ്ങനെ നമ്മുടെ പായു ആണ് ക്ലാസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി നമ്മുടെ പുത്ത് ഇങ്ങനെ പായുവിനെയും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും കേങ്ങ് ഫോൺ ചെയ്യും. വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇവൻ കോള് കട്ട് ചെയ്ത് വിടും. കേങ്ങ് പിന്നെയും വിളിക്കുമ്പോഴേക്കും എടുത്തിട്ട് ദേഷ്യത്തിൽ ചോദിക്കും നിനക്ക് ഇപ്പൊ എന്തുവാ വേണ്ടത് ചോദിക്കും. കൊണ്ടേനെ കേങ്ങ് പറയും നീ എന്റെ കൂടെ സിനിമ കാണാൻ വരുന്നെന്ന് ചോദിക്കും. പറയും സിനിമയൊന്നും കാണാൻ വേണ്ടിയൊന്നും ഞാൻ വരുന്നൊന്നുമില്ല, എനിക്ക് പയ്യന്റെ കൂടെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ അവൻ പറയും നീ വരുന്നില്ലെങ്കിൽ വരുന്നില്ല, അതങ്ങ് പറഞ്ഞാൽ പോരെ, ഇതിനു വേണ്ടി ദേഷ്യപ്പെട്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് ഫോൺ വെക്കും. കേങ്ങ് ഫോൺ വെച്ചതും പായു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരും. പായുവിനെ കണ്ടതും പുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട് വെക്കും. ഫസ്റ്റ് ഡേ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഇവിടുത്തെ പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. കൊച്ചു പിള്ളേരാണെങ്കിലും ഭയങ്കരമായിട്ട് ഫ്ലഡ് ചെയ്യുമെന്ന് നോക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ ഡാഡി ടൈപ്പിലുള്ള സാറുമാരെ അവർ വിടത്തേ ഇല്ല എന്ന് പറയും. എന്നിട്ട് പറയും ഇത്ര ഹാൻസമായ സാറിനെ കണ്ട പിള്ളേർ എങ്ങനെ വിടുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ പയ്യൊരു ഭയങ്കര നാണമായിട്ട് ചിരിക്കും. എന്നിട്ട് വെക്കും ഓക്കെ ശരി, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കൂടെ ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കും. പണ്ട് പായു പറയും ശരി നമുക്ക് പോകാം, ഞാൻ പുസ്തകമൊക്കെ ഓഫീസിൽ വെച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ഇവിടെ നേരെ കാണിക്കുന്നത് നമ്മുടെ കേങ്ങിനെയാണ്. പുത്തുവരത്തിലെന്ന് പറഞ്ഞത് കേങ്ങിന് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ ഈ കോൾ വിളിച്ചപ്പോൾ ദേഷ്യത്തിൽ ചോദിച്ചില്ല എന്താണെന്ന് ചോദിച്ചില്ലേ അക്കാര്യവും. പിന്നെ ഫസ്റ്റ് സെറ്റ് ആകുമ്പോഴേക്കും പറയത്തില്ല നീ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല, റിലേഷൻഷിപ്പിലൊന്നും അല്ല, അത് നീ ഓർക്കണം എന്ന് പറയുന്നതും നമുക്കിടയിലുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അറിയത്തില്ലല്ലോ, സീക്രട്ട് ആയിട്ട് വെക്കണമെന്ന് പറയുന്ന കാര്യവും. അന്നൊരു ദിവസം പുത്തില്ലാത്തപ്പോ നൈറ്റ് റൂമിൽ വന്നില്ലേ, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും പുത്ത് പറയും പോ മോണിപ്പോ വരും, നീ പോന്ന് പറയുമ്പോഴേക്കും പറയും ഞാൻ പോണമെങ്കിൽ നീ എന്നെ ഹക്ക് ചെയ്യണം എന്നാലേ ഞാൻ പോത്തുള്ളൂ എന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് വന്ന് അപ്പൊ തന്നെ ഹക്ക് ചെയ്യുക, അതായത് ഇവൻ എങ്ങനെയെങ്കിലും റൂമിൽ നിന്ന് പോയാൽ മതി എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇവൻ ചുമ്മാ തമാശക്ക് പറയും ഞാൻ ഇപ്പൊ പോവേ എന്ന് പറയുമ്പോഴേക്കും അവൻ ഓ ശരി ഒന്ന് പോയാൽ മതി എന്നുള്ള രീതി ഒന്നും പെട്ടാതെ ഇങ്ങനെ കിടക്കുക. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇവന് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഈ സംഭവത്തിന് ശേഷം കോളേജ് കണ്ടു കഴിഞ്ഞാൽ പുത്താണെങ്കിൽ കേങ്ങിന്റെ മുഖത്ത് നോക്കി പോലും സംസാരിക്കത്തില്ല, ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യും. ഒരു ദിവസം ഇവരെല്ലാം കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും കേങ്ങ് തുമ്മുമ്പോഴേക്കും തുമ്മൽ വന്ന് ഇവന്റെ മുഖത്ത് വീഴും. ഇത് കണ്ടത് ഇവൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പൊ തന്നെ പോയി ഫേസ് വാഷ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഇവൻ പുറകെ വന്നിട്ട് പറയും കേങ്ങ് കൊണ്ട് തന്നെ പറയും ഇന്നലെ രാത്രി നമുക്കിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, എന്നിട്ട് ഇപ്പൊ ഞാൻ ഒന്ന് തുമ്മിയത് വീണെന്ന് പറഞ്ഞ നീ ഇത്രയ്ക്കും ഷോയ്ക്ക് ഇറക്കണമെന്ന് വെറുതെ തമാശക്ക് ചിരിച്ചോണ്ട് വെക്കും. ഇത് കണ്ടതും പുത്തിന് ഭയങ്കര ദേഷ്യമായിട്ട് ചാടി എന്നിട്ട് ഇവന് ഷർട്ടിൽ കയറി ഇങ്ങനെ പിടിച്ചിട്ട് വെക്കും. എന്തിനാണ് ഇത് ഉറക്കെ പറയുന്നത്, പതുക്കെ പറ, ആരെങ്കിലും കേൾക്കണമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കും. പുത്ത് ഇത്രയ്ക്കും ദേഷ്യപ്പെട്ട് പറഞ്ഞത് ഇവന് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് ഇവനിങ്ങനെ പുത്തിനെ തന്നെ നോക്കി നിൽക്കും. അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ നമ്മുടെ ചെറുക്കൻ സങ്കടപ്പെട്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അവന് മനസ്സിലാവും അവന് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് മനസ്സിലാവും. ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൻ വേറൊരു കാര്യം ഓർക്കുന്നത്, എനിക്കിന്ന് പായുമായിട്ട് ഡേറ്റ് ഉണ്ട് എന്ന് പറയത്തില്ല. ഇത് കേട്ടത് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റ തുറന്ന് പായു എന്ന് പറയുന്ന പേരൊക്കെ തപ്പിപ്പിടിച്ച് ആളെയൊക്കെ കണ്ടുപിടിച്ച് വെക്കും ചെറുക്കൻ. ഇവിടെ നേരെ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ കോഴി പുത്തും സാറും എന്തായെന്ന് അറിയത്തില്ലല്ലോ. പോയി നിൽക്കാം. പുത്താണ് ഇങ്ങനെ സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും പായു വന്നിട്ട് പുത്തെന്ന് പറഞ്ഞ് വിളിക്കും. വിളിച്ചതും സന്തോഷമായിട്ട് ചിരിച്ചിട്ട് തിരിഞ്ഞിട്ട് പറയും നീ എന്റെ പേര് വിളിക്കുമ്പോ നല്ല രസമാണ് കേൾക്കാൻ, നീ ഒന്നും കൂടെ വിളിക്കാവോ എന്ന് ചോദിക്കും. അയ്യോ ഇത് പറയുമ്പോ പുത്തിന്റെ മുഖം ഒന്ന് കാണണം, എന്ത് കോഴിയാടെ ഇവന്ന് നമുക്ക് തന്നെ തോന്നും. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാൻ പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കലായിരുന്നു. എന്ത് ഫുഡ് ഓർഡർ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. നീ പറയുന്ന പറഞ്ഞ് പരസ്പരം പറഞ്ഞോണ്ടിരിക്കുക. ഇങ്ങനെ തർക്കമായോടനെ നമ്മുടെ പായു സാർ എന്താ പറയും ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നീ അതിൽ ഉത്തരം പറയുകയാണെങ്കിൽ നിനക്ക് 1 മാർക്ക്, ഉത്തരം പറയാൻ നീ ശ്രമിക്കുകയാണെങ്കിൽ നിനക്കൊരു 0.5 മാർക്കെങ്കിലും കിട്ടും. ആർക്കാണോ കൂടുതൽ മാർക്ക് കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് അതുപോലെ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ചോദ്യം ചോദിക്കും. അത് സയൻസുമായി ബന്ധപ്പെട്ട് ഭയങ്കര പാടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് കേട്ടത് ഉടനെ നമ്മുടെ പുത്ത് പറയും ഇതിന്റെ ആൻസർ ചിലപ്പോ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും എന്ന് പറയും. ഇത് കേട്ടത് ഉടനെ സാറ് ചോദിക്കും എന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയും അല്ല എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ സയൻസ് ആണ്, അവൻ എന്നോട് പറഞ്ഞത് സയൻസിൽ എത്ര പാടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിലും ഒന്നെങ്കിൽ ആൻസർ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും എന്ന് പറയും. ഇത് കേട്ടതും സാറ് ചിരിച്ചിട്ട് പറയും ശരി വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന പറഞ്ഞ് രണ്ടുപേരും കൂടെ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ഉടനെ നമ്മുടെ പുത്ത് പറയും നീ ഇന്ന് എനിക്ക്
എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തല്ലോ, കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കൂട്ടത്തിൽ ആ നമ്പറും കൂടെ തരുവാണെങ്കിൽ കുറച്ചും കൂടെ സന്തോഷം എന്ന് പറയും. ഫോൺ നമ്പർ നെക്സ്റ്റ് ടൈം തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ പായു സാർ ഇവരെയൊക്കെ പറ്റിക്കും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന അന്ന് വൈകിട്ടാണ് പുത്ത് റൂം വയ്ക്കുവാണ്. ഇവര് ഗ്രൂപ്പ് ചാറ്റ് പോലെ ചെയ്യുവാണ്. എല്ലാ ഫ്രണ്ട്സും കൂടി ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കേങ് അയക്കുന്ന മെസ്സേജിനൊന്നും പുത്ത് റിപ്ലൈ കൊടുക്കത്തില്ല. ഇങ്ങനെ ആയിട്ട് കുറെ നേരം കേങ് മെസ്സേജ് അയക്കും. എന്നിട്ട് നേരെ മോണിന് മെസ്സേജ് അയക്കും. പുത്തിനോട് പറയാം എന്റെ മെസ്സേജിനൊക്കെ റിപ്ലൈ തരാൻ പറയും. ഇത് കേട്ടത് മോൺ ഉണ്ടേനെ പുത്തിനോട് പറയും കേങ് മെസ്സേജ് അയച്ചിട്ട് നീ എന്താ തിരിച്ച് മെസ്സേജ് അയക്കാത്തത്, കേങ്ങിന് റിപ്ലൈ കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കും പുത്ത് കുറെ നേരം മിണ്ടാതിരുന്നിട്ട് പറയും എനിക്ക് അവനെ ഇഷ്ടമാണ്, ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു പറയും. ഇത് കേട്ടത് മോൻ ഭയങ്കര ഷോക്കായിട്ട് വെക്കും. ആരെയെന്ന്? ഞാനും ഭയങ്കര ഷോക്കായി പോയി, ഇവൻ കേങ്ങിന് ഇഷ്ടമാണോ എന്ന്. പക്ഷെ അല്ല, ഇവൻ പറയുന്നത് ആ സാറിന്റെ കാര്യമാണ്, ആ പുതിയതായിട്ട് വന്നില്ല ആ സാറിനെ എനിക്ക് ഇഷ്ടമാടാന്ന് പറയും. ഇത് കേട്ടത് മോണിന് ഭയങ്കര ഹാപ്പി ആയിട്ട് പറയും ആഹാ എന്നിട്ട് എവിടം വരെ ഈ കാര്യങ്ങൾ എന്നൊക്കെ പറയും. എന്ത് കാര്യങ്ങളാടാ, എന്നെ വിശ്വസിച്ച് നമ്പർ പോലും തന്നില്ല, ഞാൻ ഫോൺ നമ്പർ ചോദിച്ചിട്ട് പോലും തന്നില്ല എന്ന് പറയുമ്പോൾ മോൻ പറയും അതൊന്നും സാരമില്ല, നീ നല്ലപോലെ ട്രൈ ചെയ്യ്, എല്ലാം സെറ്റ് ആവും എന്നൊക്കെ പറയുമ്പോൾ ഞാനും ട്രൈ ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇവന് ഇക്കാര്യം പറയുമ്പോഴേക്കും. കുറച്ചേരൊക്കെ വർത്തമാനം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മോൻ ചുമ്മാ ഷോ ഓഫ് ആയിട്ട് പറയും ഓ എന്ത് ചെയ്യാനാ, എനിക്കാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഒക്കെ ഇട്ടത് പറയും. ഏട്ടൻ പുത്തറേടാ ഇറക്കാ, ചുമ്മാ ഷോ ഇറക്കാതെ പോടാ ഇറക്കാന്ന് പറയും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം കോളേജാണ്. നമ്മുടെ ടീമിന്റെ മടിയില് മോളും ഇവരുടെ ഫ്രണ്ടിലായിട്ട് പുത്ത്, പുറകില് സണ്ണ്, അങ്ങനെ എല്ലാരും കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും അവിടോട്ട് നമ്മുടെ നോവാവും കേങ്ങും കൂടെ വരും. അയ്യോ ഇങ്ങനെ കാണുന്ന സുന്ദര കുട്ടപ്പ റെഡ് കളർ ഷർട്ടൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് ചെറുക്കൻ ഇങ്ങോട്ട് നടന്നു വന്നിട്ട് പുത്തിന് നേരെ ഓപ്പോസിറ്റ് ഇരിക്കും. വന്നത് ഒരുമാതിരി പുത്തിവനെ നോക്കുന്നുണ്ട്, താഴെ മുതൽ മോള് വരെ നോക്കും. ഇവൻ വന്നിരുന്നത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവൻ നേരെ എന്ത് ചെയ്യും, നമ്മുടെ പുത്തിന് മെസ്സേജ് അയക്കും. എന്നിട്ട് പറയും ഫോൺ മ്യൂട്ട് ചെയ്യുമെന്ന് പറയും. മ്യൂട്ട് ചെയ്തിട്ട് മെസ്സേജ് അയക്കും. എന്നിട്ട് വെക്കും ഈ ലുക്ക് എങ്ങനെയുണ്ട്, ഇങ്ങനെ ക്ലാസ് ഒക്കെ വെച്ചിട്ട് എന്നെ കാണാൻ കൊള്ളാവോ എന്നുള്ള രീതിയിൽ ചോദിക്കും. ഇതിനാണെങ്കിൽ കളി വന്നിട്ട് അവന്റെ മനസ്സ് മൊത്തം സാറ് കയറി കുടുങ്ങിയിരിക്കല്ലേ, എന്താ പറയുന്ന പറയും. ഉടനെയൊക്കെ ഇന്ന് രാത്രിയിൽ അങ്ങനെ സംഭവം ചെയ്താലെന്ന് നോക്കി എന്റെ പൊന്നാരൊക്കെ നിന്നെ എന്ത് ചെയ്യും, നീ ഇത് പറഞ്ഞിട്ട് നടക്കുവാണ്. മൊത്തത്തിലുള്ള നമ്മുടെ പുത്തിന്റെ ഒരു പെരുമാറ്റം കണ്ടിട്ട് ഇവൻ അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നുന്നത്. എങ്ങനെ ചെയ്യാതിരിക്കും, ഇവൻ ഈ ഡെയിലി ഇത് ഇക്കാര്യം പറഞ്ഞോണ്ട് ഇങ്ങനെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ചെറുക്കന് ദേഷ്യം വരത്തില്ല. പൊത്താണ് ഒരു പ്ലേ ബോയ് ആയിട്ട് പോലും ഇവനെ ഒഴിവാക്കണമെങ്കിൽ ഇവന്റെ ശല്യം എന്തും മാത്രമായിരിക്കും എന്റെ പൊന്നെ. ഇന്ന് നൈറ്റ് എങ്ങനെ നടക്കുമോന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പുത്ത് പറയും വേണ്ട എനിക്കിന്ന് ഭയങ്കര ടയർഡാണ്, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അത്രയ്ക്ക് മൂടൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ മാക്സിമം അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുവാണ്. ഉടനെ നമ്മുടെ കേക്ക് പറയും അതെന്താ നിനക്ക് വേണ്ടേ, എന്നെ ഈ ലുക്കിൽ നിനക്ക് വേണ്ടേ, ഈ ലുക്കിൽ നമുക്ക് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും. എങ്ങനൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ പുത്ത് ഒരു രക്ഷയില്ല, പുത്ത് അടുക്കുന്നില്ല, ഇല്ല എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, മൂടില്ല എന്നൊക്കെ പറഞ്ഞ് ചെറുക്കൻ നൈസായിട്ട് ഒഴിഞ്ഞോണ്ടിരിക്കുക. ഇവർ രണ്ടുപേരും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് തന്നെ ഫ്രണ്ട്സ് സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി സംസാരിക്കുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് ഡൗട്ട് തോന്നിയിട്ട് സണ്ണാണ് കുറെ നേരം ഇവരെ നോക്കിയിട്ട് ചാഴ് എഴുന്നേക്കുന്ന പോലെ വന്ന് കലിപ്പായിട്ട് പറയും എനിക്ക് മനസ്സിലായി, എനിക്ക് കൺഫേം ആ ഷുവറാ, നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലല്ലേ, നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് അല്ലേ നിൽക്കും. ഇത് കേട്ടത് രണ്ടുപേരും ഷോക്ക് ആവുകൊണ്ട് തന്നെ പുത്ത് കയറി പറയും ഇല്ലല്ല ഞങ്ങൾ തമ്മിലൊന്നുമില്ല, ഞാൻ എന്റെ സ്റ്റുഡന്റിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്കും കേങ്ങ് പറയാതെ ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചത്, ഞങ്ങൾ അങ്ങനൊന്നും ഇല്ല എന്ന് പറയും. പുത്ത് എത്ര വേണ്ടിട്ട് ഇവന്മാര് കളിയാക്കൊണ്ടിരിക്കും, ഞങ്ങൾക്കറിയാം നിങ്ങൾ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ പുത്തിന് ദേഷ്യം വരുമല്ലോ. അവനാണെങ്കിൽ മറ്റേ സാറിനെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ നടക്കുമല്ലോ, നവംബർ അല്ല ഞാൻ എന്റെ സ്റ്റുഡന്റുമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ എഴുന്നേച്ച് അങ്ങ് പോകും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നൈറ്റ് ആണ്. നമ്മുടെ പുത്തന്തേ നേരെ കേങ്ങിന്റെ റൂം വരും. ഞാൻ വരത്തില്ല, എനിക്ക് മൂടില്ല, ടയർഡാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ചെറുക്കൻ തന്നെ വന്ന് ഇനി അവൻ ചോദിച്ച പോലെ ആ ലുക്കിൽ വേണമെന്ന് വിചാരിച്ചു വന്നതാണെന്ന് അറിയത്തില്ല. നേരെ വന്നതും നമ്മുടെ കേങ്ങിനെ കിസ് ചെയ്യും. ഈ ഡ്രാമയുടെ ഡയറക്ടർ എന്തായാലും BL ഫാൻസിന്റെ ഹൃദയം അറിഞ്ഞ ആളാ. എന്ത് ചെയ്യുന്നറിയ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അങ്ങ് നിർത്തിക്കളയും. എന്ത് പണിയാ കാണിച്ചത്, ഇനി എന്റെ ബാക്കി എന്താണെന്നറിയാൻ ഞങ്ങൾ അടുത്ത എപ്പിസോഡ് വരെ തല പോഞ്ഞിരിക്കണ്ടേ. ചിലപ്പോൾ അടുത്ത എപ്പിസോഡ് തുടക്കത്തിൽ ഞങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും കിട്ടുമായിരിക്കും, എന്നാൽ അത്രയും നേരം ഞങ്ങൾ കാത്തിരിക്കണ്ടേ. അത് സാരില്ല, നമുക്ക് കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിൽ എന്താ നടക്കാൻ പോകുന്നത്. ഇനി ഇവരുടെ ചീത്ത പറയാൻ വന്നതാണോ അതോ അവൻ പറഞ്ഞതുപോലെ ലുക്കിലെടുക്കാൻ വന്നതാണോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം. എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.